അന്നൂസിന്റെ അമ്മ. ഓക്കെ, ഞാൻ അത് ചോദിച്ച് കമന്റ് ഇടരുത്. അന്നൂസിന്റെ അപ്പട്ടാ, ഞാൻ അന്നൂസിന്റെ അപ്പാനെ കാണിച്ചില്ല എന്ന് പറയണ്ട. അതിൽ എണീറ്റപാട് അവർക്ക് ക്ലാസ് എടുത്ത് കൊടുത്താണ്. ഒരു വരും, ആ മുറി ഒന്ന് നോക്കും, ഒരു പോകും. അപ്പൊ ഡണ്ണറിഞ്ഞു ഡോക്ടർ അവിടെ ഡോർക്ക് എത്തിയപ്പോ നമ്മൾ കരച്ചിൽ തുടങ്ങിയിരിക്കണേ. ഇവിടെ ഒരുത്തി വെയ്യാതെ കിടക്കുമ്പോ ഇവിടെ എല്ലാരും കൂടി വന്നക്കാണ്ട് കുടുംബ സമ്മേളനം. ഞാൻ പെട്ടെന്ന് സൈഡ് നോക്കിയപ്പോ അഭയാർത്ഥി ക്യാമ്പ് വിചാരിച്ചു. എവിടെ ഇരുന്നാ ബായ് വരണ്ട്. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ജുബിന്റെ വീട്ടിലാണ്. ഹോസ്പിറ്റലിലേക്കുള്ള അന്നൂസിന്റെ ഡ്രസ്സ്, നമ്മളെ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ട് അതിന്റെ കമന്റ് ബോക്സിൽ നിറച്ചുള്ളൊരു വിഷയമാണ് അന്നൂസിന്റെ ഉപ്പ ആരാന്ന്. അന്നൂസിന്റെ ഉപ്പാനെ ഓൾറെഡി നമ്മൾ വീഡിയോയിൽ കാണിച്ചിരുന്നു. മാമി കുറച്ച് ഷൈയാണ്, വരൂല വീഡിയോസിൽ. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊന്ന് വീഡിയോയിൽ വരുമോ, കാരണം എല്ലാരും ചോദിക്കുന്നുണ്ട് കുട്ടീന്റെ അമ്മയുടെ. ഞങ്ങൾക്ക് അതിന് ഒരു മടിയില്ല കേട്ടോ, കാരണം മാമി പ്രസവിച്ചിട്ടേ ഉള്ളൂ. രാത്രി അവിടെ നിന്നതൊക്കെ ഞങ്ങളും ജുബിന്റെ ഉമ്മയാണ്. പിന്നെ മാമി വന്ന് നിക്കാത്തത് അന്നൂസിന്റെ താഴെ ഒരു കുട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നെന്നൂസ് പറഞ്ഞൊരു കുട്ടിയും കൂടി ഉണ്ട്. ഓളെ സ്കൂളില്, ഓളെ പ്ലേ സ്കൂളിലാണ് വിടുന്നത്. ഓള് അവിടെ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ഓടിക്കളിക്കലും ഒക്കെ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് കുട്ടീന് ഇന്നലെ ഓലൊക്കെ ഇന്നലെ രാത്രി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ വ്ളോഗിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ വീഡിയോ ഇട്ടേക്കണ്. സോ നമ്മളിപ്പോ മാമിനെ കാണിച്ചു തരാം, അതായത് അന്നൂസിന്റെ ഉമ്മാനെ കാണിച്ചു തരാം കേട്ടോ. ഇനി ആരും ചോദിക്കരുത്. അതായിരിക്കണു എൻട്രി, മാസ് എൻട്രി. ഇതാണ് മാമി. മാമിക്ക് ഭയങ്കര ഷൈയാണ്, ഭയങ്കര മടിയാണ് കേട്ടോ വീഡിയോയിൽ വരാന്. അത്രേ ഉള്ളു സംഭവം. ഇതാണ് അന്നൂസിന്റെ അമ്മ. ഓക്കെ, അന്നൂസിന്റെ അമ്മ. ഓക്കെ, ഞാൻ അത് ചോദിച്ച് കമന്റ് ഇടരുത്. മാമിക്ക് മടിയായിട്ടില്ല മാമിയ? അതന്നെ, വേറെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ വിളിക്കാഞ്ഞിട്ടില്ല, മാമി വരില്ല, മാമിക്ക് മടിയാണ് വീഡിയോയില് വരൂല. ഓക്കെ, പിന്നെ അപ്പൊ നമുക്ക് അന്റെ മാമൻ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, കുട്ടീനെ എടുക്കേണ്ടൊക്കെ വീഡിയോ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയി, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം കേട്ടാ. ചെറുത് സ്കൂളിൽ പോയതാണ്, വന്നിട്ടില്ല. ഇതാണ് അന്നൂസിന്റെ അപ്പട്ടാ, ഞാൻ അന്നൂസിന്റെ അപ്പാനെ കാണിച്ചില്ല എന്ന് പറയണ്ട. ഞങ്ങൾ പോയിട്ട് വരാം. ശ്യാമ, നിങ്ങൾ രാത്രി വരൂല? ഓക്കെ, ബൈ. അപ്പൊ ഗൈസ്, നമ്മളങ്ങനെ ഹോസ്പിറ്റലിൽ തിരിച്ചെത്തി. പിന്നെ ഞാൻ അന്നൂസിന് ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ കഴിഞ്ഞ് കഞ്ഞിക്കുടി അല്ലാതെ എന്തും കഴിക്കാന്നുള്ള സിറ്റുവേഷൻ എത്തുമ്പോ ഞാൻ അല്ലെങ്കിൽ എന്റെ സ്റ്റിച്ച് എവിടെ കിടക്ക്, സ്റ്റിച്ചല്ല മുറി, സ്റ്റിച്ച് ഇട്ടിട്ടില്ല, കൊടുക്കണി അതിന്. എനിക്ക് മേടിച്ചരാ. അന്നൂസിനും കാട്ടി പ്രായം കുറവാണ്, ബുദ്ധിയോണ്ടേ. അവസ്ഥ. അപ്പൊ ഞാൻ ഓളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല കുട്ടിയായിട്ട് ഡോക്ടർമാർക്ക് നിന്ന് കൊടുത്തു കഴിഞ്ഞാല് ഞാൻ അവൾക്ക് ഡയറി മിൽക്ക് വാങ്ങി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. നല്ല കുട്ടി എന്തായാലും അല്ലേ. ഇന്നിപ്പോ സ്റ്റിച്ചൊന്നും അല്ല, സ്റ്റിച്ചല്ല, ഇതൊന്നും നോക്കട്ടെ. എന്റെ ഡോക്ടർ വന്നപ്പോ റൂം 2 പീസാക്കി വെച്ചോളൂ, പാടിയിട്ട് തരോ. ഞാൻ രാവിലെ എണീറ്റപാട് അവൾക്ക് ക്ലാസ് എടുത്ത് കൊടുത്താണ്. ഒരു വരും, ആ മുറി ഒന്ന് നോക്കും, ഒരു പോകും. അപ്പൊ ഡണ്ണറിഞ്ഞു ഡോക്ടർ അവിടെ ഡോർക്ക് എത്തിയപ്പോ അവള് കരച്ചിൽ തുടങ്ങിയിരിക്കണേ. എന്തേലും പറഞ്ഞിട്ട് അപ്പോ ഡോക്ടർ വന്ന് നോക്കിട്ട് പറഞ്ഞ് ഒരു ദിവസം കൂടി കിടക്കേണ്ടി വരും. എന്താ അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. അതെ, ചിലപ്പോ മുറിവ് ഉണങ്ങിയിട്ടുണ്ടാവില്ല. ചെയ്യാം. പഴുപ്പുണ്ടെങ്കിൽ അത് കേക്ക പറയില്ല, അതിന്റെ മൂന്നപ്പ തന്നെ നോക്ക്. എങ്ങനെ ഉണങ്ങണു, പാടില്ലേ, വേദനിച്ചിട്ടല്ല കേട്ടോ, പേടിച്ചിട്ട് പാടാ. അണ്ടിലാറ് ധൈര്യം എന്നുവിനുണ്ടോ അല്ലേ? വാങ്ങിക്കോ, ചോക്ലേറ്റ് സ്പോട്ട്. അതൊക്കെ എനിക്ക് ഇതേമാതിരി ഡെലിവറി കഴിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ചോക്ലേറ്റ് വാങ്ങി തന്നിട്ടില്ല. കാതർകാർ അത് മൂപ്പര് കാണാൻ വന്നപ്പോ കൊടുക്കുന്നതല്ലേ, പക്ഷെ അത് പാക്കറ്റിൽ നിന്ന് എടുത്ത് എന്റെ കൈക്ക് തന്നത് ഞാനല്ലേ. അപ്പൊ ആ ക്രെഡിറ്റ് എനിക്കുള്ളതല്ലേ. ഓക്കെ, അപ്പോ ചോറ് കഴിക്കാൻ നേരെ. അപ്പൊ നമുക്ക് ചോറ് കഴിക്കാം. ഗൈസ്, ഒരാള് പാടല് തുടങ്ങി. അന്നൂസിനെ ഡ്രസ്സ് ചെയ്യാൻ വന്നിരിക്കുന്ന ആൾക്കാര്.
അനുസ എനിക്ക് പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞോ, എൻ്റെ ഫാൻസ് ഒക്കെ കാണാണ്, വേ പറഞ്ഞോ അനുസ. ഇപ്പൊ കാര്യം ഗായ്സ്, ഇവിടെ ഒരുത്തി വെയ്യാതെ കിടക്കുമ്പോൾ ഇവിടെ എല്ലാവരും കൂടി വന്നേക്കാണ്ട് കുടുംബ സമ്മേളനം. ഞാൻ പെട്ടെന്ന് സൈഡിൽ നോക്കിയപ്പോൾ അഭയാർത്ഥി ക്യാമ്പ് വിചാരിച്ചു. ഓക്കെ, അല്ല എന്നെ കണ്ടിട്ട് ആദ്യം എനിക്ക് തോന്നിയത്, ഇപ്പൊ പെങ്ങളെ കണ്ടപ്പോൾ തോന്നുന്നുണ്ട്. അതിന്റെ അടിയിൽ ഇവിടെ ഒരു പമ്പ അടിയൊക്കെ കഴിഞ്ഞുട്ടാ, ഒറ്റ അടി. ആ കുട്ടീനെ കുറച്ചു നേരം ജുബി മടിയിൽ വെച്ചു പറഞ്ഞു വധഭീഷണി എടുത്ത് പോടാന്ന്. അതാ കണ്ട, ഇത് രണ്ടിനും അടി തീർത്താ തീരൂലട്ടാ. ഐസു ഇങ്ങോട്ട് വാ. നല്ല ടീമാ, മൂത്ത കാക്കയാണ്. അതല്ല, ഈ കുട്ടീനെ തച്ചിട്ട് ഐസുവിന് ഒരു കുൽക്കൂല്ല. ഈ അടിച്ച ഞാനും അടിക്കലുണ്ട് ഐസു. ജീവ അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട്, നിങ്ങൾ അതിന് വന്നത് തന്നെയാണ്. ഇവിടെ പായം പിരിച്ചിരുന്ന് കണ്ട് മറ്റേ എന്താ പറയാ, കുടുംബശ്രീക്കാരന്മാര് വർത്താനം പറയാ. കരിയിൽ ഇപ്പോഴല്ല, അത് ഡോക്ടർ വരുമ്പോ. ആ ഇറങ്ങി വരും. ഇന്ന് ഉച്ചക്ക് ഇവള് പിന്നെ ഞാൻ ചോക്ലേറ്റ് വാങ്ങി കൊടുത്തേനെ. ആ ചോക്ലേറ്റ് കൊടുത്തിട്ട് അവിടുന്ന് കിടക്കണോടത്ത് നീച്ച് ചോക്ലേറ്റ് വാങ്ങാന്. അത് തട്ടിപ്പറിച്ചാൻ അയിലാറ, പിന്നെ പറയണ്ടല്ലോ. അതൊരു വലിയ യൂട്യൂബർ മാമനാണ്. ബാഹുബലിന്റെ ശരീരവും മാമനല്ല മൂത്താപ്പ. ബാഹുബലിന്റെ ശരീരവും ശിശുക്കളെ മനസ്സുമാണ്. സത്യടോ, ആ പഞ്ഞ് പുറത്തേക്ക് എടുത്തപ്പോ ഞാൻ വിചാരിച്ചിന്റെ ഔട്ടായിന്ന്. ഇങ്ങ ഡയലോഗ് അടിക്കണ്ട, തല ഇറങ്ങുന്നതിനെക്കാണ്ട് ഇമ്മയും മോളും പുറത്തുണ്ട്. തടി മണ്ണുള്ള കാരണം പിന്നെ നിന്ന് വെപ്പില്ല. ഇങ്ങനെ കണ്ട ഇത് ഹോസ്പിറ്റലാണ് മക്കളെ. നിങ്ങളെ തേങ്ങാ കോലാക്കായി അപ്പുറത്തെ റൂമിലെ ചെങ്ങായിന്റെ ഉള്ളാക്കിട്ട് ഇങ്ങോട്ട് കേൾക്കണ്ടായിരുന്നു. നിങ്ങൾ അഭയാർത്ഥി ക്യാമ്പ് പറഞ്ഞ് ഞാൻ കളിയാക്കി കണ്ട് ഞാൻ നിങ്ങളെ വന്ന് ജോയിൻ ചെയ്തു നിങ്ങളെ അയൽക്കൂട്ടത്തേക്ക്. സത്യം, അത് ഈ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഡോക്ടർ പറഞ്ഞണ്ടേ. കൈപ്പന്റെ ഇപ്പൊ മാറിയിട്ടില്ല അതന്നെ. അപ്പൊ നാളെ ഒരു തീരുമാനമാവും മിക്കവാറും. ആ 2 ആഴ്ച കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ഇടുള്ളല്ലോ. പൈപ്പ് എന്താ കുറച്ചും കൂടി പോവാണ്ട്. ആ നാളെ ഡിസ്ചാർജ് ചെയ്താൽ നമുക്ക് പോവാം. സ്റ്റിച്ച് ഇടണം. എന്റെ കുട്ടിയുണ്ട് എപ്പോഴും ആ പ്രതികാര മൈൻഡിൽ നോക്കണ്ടൊക്കെ. അപ്പളേ വൈകിട്ട് പറഞ്ഞ എവിടെ ഇരുന്നാ ബായ് വരണ്ട്. സദ്യ തുണ്ടാൻ വന്നതല്ല കൂടി കിട്ട്.